ഇങ്ങനെ നമുക്ക് കാണുന്ന ഇവനാണ് നമ്മളുടെ ഈ തടതുരപ്പൻ എന്ന് പറയുന്നത്. ഈ തടതുരപ്പൻ്റെ നമ്മുടെ അഡൽട്ട് സ്റ്റേജാണിത്. നമ്മുടെ സാധാരണ തണ്ട് തുരപ്പൻ, അതായത് നമുക്ക് വരുന്ന സ്യൂഡോസ്റ്റം വീവലിനേക്കാളും എന്താ പറയുക ചെറുതായിരിക്കും ഇവനെ കാണാൻ. നമുക്ക് അതിൻ്റെ പിന്നെ ലെങ്ത്ത് എന്നൊക്കെ പറയുന്നത് കുറവായിരിക്കും. കാണാൻ ഏകദേശം അവനെ പോലെയാണ് എങ്കിലും ഇരുണ്ട കാപ്പി കളറിലും അല്ലെങ്കിൽ എന്താ പറയുക ചാര കളറിലും കറുപ്പ് കളറിലായിട്ടാണ് ഇവനെ കാണാൻ പറ്റുക. അപ്പോൾ ഇവനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കന്നുമുക്കൽ ടൈമിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മീലി ബഗ്ഗിനെ നമുക്ക് ഒഴിവാക്കാനാണെങ്കിലും ശരി, ഇവനെ ഒഴിവാക്കാനാണെങ്കിൽ ശരി, നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ കാലിചക്ര എന്ന് പറയുന്നത് മെറ്റാറൈസ് അനോസിപ്രിയെ. അവനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മീലി ബഗ്ഗിന് ഉപയോഗിക്കാനാണെങ്കിൽ ദമൻ എന്ന് പറയുന്നത് നമ്മളെ ബിവേറിയ ബേസിയാനയാണ്. അവനെ നമുക്ക് 5 ഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കെമിക്കലിന് വേണ്ടിയിട്ട് നമ്മളെ ക്ലോറി 50 EC അത് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് ലിറ്ററിന് 2 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കന്നുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ദ്രവിച്ച് കിടക്കുന്നതാണ്. ഇതൊരു ഫംഗസിൻ്റെ അസുഖം കൂടിയായിട്ട് വരുന്നത്. ഇവ തുളച്ചതിൻ്റെ അത് കൂടി വെള്ളത്തിൽ കൂടി ഫംഗസിൻ്റെ സ്പോർ കയറിയിട്ടാണ് അത് വരുന്നത്. ഇതിനെ നമുക്ക് ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമയുടെ 5% നമ്മുടെ വിരഡെക്സ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇവനെ നമ്മളുടെ കന്നുമുക്കലിൻ്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കന്നുമുക്കലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ തന്നെ നമ്മളുടെ വാഴേൻ്റെ അകത്ത് 2ാമത്തെ വളത്തിൻ്റെ 1ാമത്തെ വളത്തിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളൊരു ഇതേപോലെയുള്ള ഒരു ഡ്രഞ്ചിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് നമ്മുടെ വാഴനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഈ പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ആൾക്കാരെ നിങ്ങളുടെ വാഴകളിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.